സാരംഗ് ഇപ്പോഴും ഈ നറുക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയാണ് ഒന്നാം സമ്മാനം എവിടെയാണ് അടിച്ചതെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ കരുനാഗപ്പള്ളിയുടെ ഏജന്റാണെന്ന ഒരു ചെറിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും. കാരണം ഇത്തവണ ഒന്നാം സമ്മാനം കേരളത്തിന്റെ കൊല്ലം ജില്ലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി വിറ്റിരിക്കുന്ന ടിക്കറ്റിലാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അനിൽ ഡി എന്ന വ്യക്തിയുടെ ഏജൻസിയിൽ നിന്നും വിറ്റ നമ്പർ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ പാലക്കാട് ജില്ലയുടെ ഒരു അപ്രമാദിത്യം എല്ലാ തവണയും ബമ്പർ ടിക്കറ്റ് ഒന്നാം സമ്മാനം ലഭിക്കുന്നതിൽ ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത് കൊല്ലം ജില്ലയിലേക്ക് ആ ഭാഗ്യം തേടിയെത്തിയിരിക്കുന്നു വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണയും പാലക്കാട് ജില്ലയിൽ ഒന്നും രണ്ടും സ്ഥാനം ലഭിച്ചിരുന്നു. അതിനു മുൻപ് ആലപ്പുഴയിലേക്ക് ായിരുന്നു. ഇത്തവണ കൊല്ലത്തേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. മറ്റ് നമ്പറുകളും ഇപ്പോൾ, അതായത് ഒന്നാം സമാശ്വാസ സമ്മാനങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു അധികം പേരും ടിക്കറ്റ് എടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 12 കോടിയിൽ അപ്പുറത്തേക്ക് സമാശ്വാസ സമ്മാനമായി നിരവധി സീരീസുകളിലുള്ള നമ്പറുകൾക്ക് സമ്മാനം ലഭിക്കും. അത്തരത്തിൽ രണ്ടാം സമ്മാനം 1 കോടി രൂപ 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ VA 616453 രണ്ടാം സമ്മാനം 1 കോടി 6 പേർക്ക് ലഭിച്ചതിൽ ഇത്രയും നമ്പറുകൾ, അതായത് VA മുതൽ മറ്റ് സീരീസുകൾ VG വരെയുള്ള സീരീസുകളിൽ 6 ടിക്കറ്റുകൾക്ക് നമ്പറുകൾക്ക് ഈ തുക ലഭിക്കും. ഒപ്പം തന്നെ മൂന്നാം സമ്മാനമായ 10 ലക്ഷം രൂപ 3 പേർക്കാണ്, അതായത് 6 പേർക്കാണ് ലഭിക്കുക. അതും ഓരോ സീരീസ് വെച്ചിട്ടുള്ള നമ്പറുകൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്തിനായാലും ഇത്തവണ മറ്റ് ജില്ലകളെ എല്ലാം കടത്തിവിട്ടിക്കൊണ്ട് കൊല്ലം ജില്ലയിലേക്ക് ഒന്നാം സമ്മാനം എത്തിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഇത് കൊല്ലം ജില്ലയിലെ ആൾക്ക് തന്നെയാണോ ലഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നു. കാരണം കഴിഞ്ഞ തവണ എറണാകുളം, അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം ലഭിച്ച സമയത്ത് അത് എറണാകുളം ജില്ലയിൽ വിറ്റ ടിക്കറ്റ് വാങ്ങിയത് പക്ഷേ ആലപ്പുഴ ജില്ലക്കാരനായിരുന്നു. അത്തരത്തിൽ പുറമെ നിന്ന ഒരു ജില്ലക്കാരനാണോ അവിടെ എത്തി യാത്രാ മധ്യേ മറ്റും വാങ്ങിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം ബമ്പർ സമ്മാനം പോകുന്ന ഒരു ചരിത്രവും കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. പുറമെ നിന്നും ആൾക്കാർ വന്ന് ഭാഗ്യപരീക്ഷണം നടത്തുന്നതും ഒപ്പം കൊല്ലം ജില്ലയിൽ നിന്നും ഹോൾസെയിലായി ടിക്കറ്റ് വാങ്ങി മറ്റ് ജില്ലകളിലേക്ക് അടക്കം പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലായിരിക്കില്ല. കാരണം ഏജൻസി നമ്പർ അടക്കം വന്ന സ്ഥിതിക്ക് അവിടെ നിന്നും തന്നെ വിറ്റ ടിക്കറ്റ് ആയിരിക്കും. ആ ഒരു ടിക്കറ്റ്, അതായത് ഏത് ആളിലേക്കാണ് എത്തിയത്, അത് വലിയ ഹോൾസെയിലായിട്ട് ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഒരു കടയാണോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഒന്നാം സമ്മാനം ഇത്തവണ കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ആരാണ് എന്നൊരു ചോദ്യം മാത്രമേ ഇനി നിലനിൽക്കുന്നു. VB 135452 എന്ന നമ്പറിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. മറ്റ് നമ്പറുകളും നമ്മളിപ്പോൾ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ. യെസ്, അതാണ് ഏറെ കൗതുകമുണർത്തിയ കാര്യം. കാരണം നമുക്കറിയാം, സാധാരണഗതിയിൽ മറ്റ് ജില്ലകൾക്ക് ഉള്ളവർ പോലും യാത്രാമധ്യയൊക്കെ ടിക്കറ്റ് എടുക്കാറുണ്ട്. ഇതിനു മുൻപ് ടിക്കറ്റ് അടിച്ച്, അതായത് ഇതര സംസ്ഥാനക്കാർക്ക് പോലും ടിക്കറ്റ് അടിച്ച ചരിത്രമുണ്ട്. കഴിഞ്ഞ ബമ്പർ സമ്മാനത്തെക്കുറിച്ച് സാരംഗ് സൂചിപ്പിച്ചു. ആലപ്പുഴ സ്വദേശിക്കായിരുന്നു, എറണാകുളത്ത് നിന്നെടുത്ത ടിക്കറ്റാണ്. ഇത്തവണയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാമല്ലോ. ഒരുപക്ഷെ ഈ കരുനാഗപ്പള്ളിയിലെ ഏജന്റിനാണെങ്കിൽ പോലും പുറത്തു നിന്നുള്ള ഒരാളാകാം അല്ലേ ഭാഗ്യശാലി. തീർച്ചയായും. കാരണം ഭാഗ്യശാലികൾ മറ്റ് ജില്ലകളിലടക്കം പോയി, തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ജോലിക്കായി അല്ലെങ്കിൽ സമീപ ജില്ലകളിൽ നിന്നടക്കം ജോലിക്കായി കൊല്ലത്തേക്ക് എത്തിയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കാം, പുറമെ നിന്നും യാത്ര ചെയ്തു വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വേനലവധി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു, ആ വേനലവധി സമയത്ത് യാത്ര ചെയ്ത അത്തരത്തിലുള്ള കുടുംബങ്ങളാവാം. അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ഏജൻസിയിലാണ് ലോട്ടറി ടിക്കറ്റ് വിറ്റത് എന്നതിനപ്പുറത്തേക്ക് ഏത് ആളുടെ കയ്യിലേക്കാണ് ഈ ഒന്നാം സമ്മാനത്തിന്റെ തുക അല്ലെങ്കിൽ ഈ ടിക്കറ്റ് എത്തിയിരിക്കുന്നത് എന്നൊരു ആകാംക്ഷ ഇനിയും നിലനിൽക്കുന്നു. മാത്രമല്ല ഇതിനു മുൻപത്തെ അനുഭവ പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അവർ ഈ ഒരു മാധ്യമങ്ങൾക്ക് മുൻപിലേക്കോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. നേരിട്ട് ബാങ്കിലെത്തി ടിക്കറ്റ് സമർപ്പിക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ, കാരണം ഏതൊരു വലിയ തുകയുമാണ്, അത് മറ്റ് ടാക്സ് അടക്കം ഒഴിവാക്കിക്കൊണ്ട് കയ്യിലേക്ക് എത്തുമ്പോൾ അത് തുക വലിയതായിട്ട് തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ശ്രദ്ധ തങ്ങളിലേക്ക് എത്താതിരിക്കാൻ പലരും ശ്രദ്ധിക്കാറുമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ, അതായത് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ അടിച്ച
സമയത്തടക്കം ആലപ്പുഴക്കാരൻ വളരെ വൈകിയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബാങ്കിലെത്തി ടിക്കറ്റ് സമർപ്പിക്കുകയും ആദ്യങ്ങൾക്ക് മുൻപിലേക്ക് വരികയും ചെയ്തത്. അത്ര കണ്ട് പണ്ടൊക്കെ ഒന്നാം സമ്മാനം അടിക്കുന്ന വ്യക്തി ഉടൻ തന്നെ ആ സന്തോഷം മറ്റുള്ളവരുടെ എല്ലാം പങ്കിടാറുണ്ട്. പക്ഷേ പിന്നീട് നടന്ന പല മോശപ്പെട്ട അനുഭവത്തിന്റെ പുറത്ത് ഇപ്പോൾ അധികം ആരും, അത് ഒന്നാം സമ്മാനമാണെന്നില്ല, വലിയ തുക അടിക്കുന്ന പലരും അങ്ങനെ രംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുമധ്യത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. എന്ത് തന്നെയായാലും അധികം വൈകാതെ തന്നെ ഏതാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അത് ഏത് ജില്ലക്കാരനാണ് അല്ലെങ്കിൽ ഏത് ജില്ലക്കാരിയാണ്, അത് പുറമേക്ക് സംസ്ഥാനത്തിന് പുറമേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. നമുക്ക് ഈ ഒരു കൊല്ലം ജില്ലയിലെ ഏജൻസി അടക്കം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാകും, ഓരോരുത്തരും വാങ്ങുന്ന ടിക്കറ്റുകൾ വളരെ കൃത്യമായി നോട്ട് ചെയ്യുന്ന ആൾക്കാരടക്കം ചില ഏജൻസികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടിക്കറ്റിന്റെ ഉടമ അല്ലെങ്കിൽ അത് ഏത് ഭാഗത്തേക്കാണ് ഈ ഒരു ടിക്കറ്റിന്റെ ഭാഗ്യം എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ അല്പം കഴിഞ്ഞ് തന്നെ അതൊരു വ്യക്തത വരും. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും അല്പസമയത്തിനകം ഒരുപക്ഷെ ആ ഭാഗ്യശാലി ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഒരു ഏജന്റിൽ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ പലരും ലോട്ടറി അടിച്ചാലും ഈ ഭാഗ്യം തേടി വന്നാലും ഇത് പുറത്തു പറയാറില്ല. കാരണം അതുപോലുള്ള പല ദുരനുഭവങ്ങളും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ വീട്ടിൽ വന്ന് കടം ചോദിക്കുക, പിന്നെ വീട്ടിലൊരു സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടാകും. പലരും സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടെത്തും. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ബമ്പർ സമ്മാനങ്ങൾ അടിക്കുന്നവർ അത് രഹസ്യമായി വയ്ക്കുന്നത്. പക്ഷേ എന്തായാലും ആ ഭാഗ്യശാലിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.